മലപ്പുറം ജില്ലയിലെ വളരെ മനോഹരമായതും ശാന്തവുമായ ഒരു പ്രധാന കടൽ തീരമാണ് പടിഞ്ഞാറേക്കര ബീച്ച്. കാറ്റാടി മരങ്ങളും പൈൻ മരങ്ങളും ഇടതൂർന്ന് വളർന്ന അതിമനോഹരമായ അനുഭവമാണ് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. തിരൂരിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിന് സമാന്തരമായുള്ള ടിപ്പു സുൽത്താൻ റോഡിലൂടെ തെക്കോട്ട് സഞ്ചരിച്ചാൽ റോഡിൻ്റെ അവസാനം എത്തി നിൽക്കുന്നത് പടിഞ്ഞാറേക്കര ബീച്ചിലാണ്. ഭാരതപ്പുഴയും തിരൂർ പുഴയും ഒന്നിച്ചു ചേർന്ന് വിശാലമായി പരന്നൊഴുകിയ ശേഷം അറബിക്കടലിൽ സംഗമിക്കുന്ന അഴിമുഖ പ്രദേശമാണിത്. ഒരു ഭാഗത്ത് പുഴയും മറുഭാഗത്ത് കടലുമുള്ള മനോഹരമായ ഇടുങ്ങിയ കരപ്രദേശമാണ് ഈ തീരം. ഒരേ സമയം ശാന്തമായി ഒഴുകുന്ന പുഴയുടെ സൗന്ദര്യവും തീരത്തേക്ക് തിരതല്ലി വരുന്ന കടലിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാവുന്ന ഒരിടമാണ് പടിഞ്ഞാറേക്കര ബീച്ച്. ദൂരെ കിഴക്ക് നിന്ന് പരന്നൊഴുകി വരുന്ന വിശാലമായ ഭാരതപ്പുഴയുടെ സൗന്ദര്യം ശാന്തമായിരുന്ന് വേണ്ടുവോളം ആസ്വദിക്കാവുന്നതാണ്. പടിഞ്ഞാറേക്കരയിലെത്തുന്ന സന്ദർശകർക്കായി പുഴയിൽ ബോട്ട് സർവീസ് നടത്തപ്പെടുന്നുണ്ട്. പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് പുഴയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഭാരതപ്പുഴയുടെ ഡെൽറ്റ പ്രദേശത്തും തീരപ്രദേശത്തും ധാരാളം ദേശാടന പക്ഷികൾ എത്തുന്നതിനാൽ ഈ പ്രദേശം പക്ഷി നിരീക്ഷകരുടെ ഇഷ്ടകേന്ദ്രമാണ്. അഴിമുഖത്തിന് അക്കരെ പൊന്നാനി ഭാഗമാണ്. ഇവിടെ നിന്നാൽ അക്കരെ ദൂരെ പൊന്നാനി ലൈറ്റ് ഹൗസ് കാണാവുന്നതാണ്. പടിഞ്ഞാറേക്കര ബീച്ചിൽ കുട്ടികൾക്കായുള്ള പാർക്കുകളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ അസ്തമയ ദൃശ്യം പ്രദാനം ചെയ്യുന്ന പടിഞ്ഞാറേക്കര തീരം സന്ദർശകർക്ക് എന്നും പുതുമയാർന്ന കാഴ്ച പ്രദാനം ചെയ്യുന്നു. ഭാവിയിൽ ഇവിടെ നിർമ്മിക്കുന്ന ഹൗറ മോഡൽ തൂക്കുപാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ തന്നെ എണ്ണപ്പെടുന്ന ടൂറിസം ബീച്ചുകളിൽ ഒന്നായി പൊന്നാനി പടിഞ്ഞാറേക്കര ബീച്ച് മാറുന്നതാണ്. കടലിലെ ഇളം കാറ്റേറ്റ് ഇടതൂർന്ന് നിൽക്കുന്ന പൈൻമരങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ച്.